അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ പക്കോടയുടെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് എല്ലില്ലാത്ത 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഇടിയപ്പത്തിന് ഒക്കെ എടുക്കുന്ന അരിമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത്, അതൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് കലക്കിയെടുക്കാനായിട്ട് 1 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന മാവിനെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത്. എനിക്കിവിടെ 1 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് കലക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ചിക്കനെല്ലാം ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അടുപ്പിലോട്ട് ഒരു ഇരുമ്പിച്ചട്ടി വെച്ചതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതുപോലൊന്ന് കോരിയിട്ട് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ പക്കോട നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കടയിൽ നിന്നൊന്നും വാങ്ങിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ ഇതുപോലെ ചിക്കൻ വാങ്ങുമ്പോൾ ഒരിത്തിരി എല്ലില്ലാത്ത പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ അടിപൊളിയായിട്ട് കഴിച്ചോളും. ചിക്കൻ കഴിക്കാത്ത കുട്ടികൾ പോലും കഴിച്ചോളും. ചിക്കൻ പക്കോടയ്ക്ക് ചിക്കൻ അരിഞ്ഞെടുക്കുമ്പോൾ ചെറുതായിട്ട് വേണം അരിഞ്ഞെടുക്കേണ്ടത്. ഒത്തിരി കനമായ ചിക്കൻ വേഗയില്ല, മാവങ്ങ് കരിഞ്ഞും പോകും. അപ്പോൾ അതുകൊണ്ട് കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള ഒന്നുമില്ല. ചിക്കൻ അരിയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണ്ടാൽ മതി. അപ്പോൾ നമ്മൾ കോരി എടുക്കുന്നതിന് തൊട്ട് മുമ്പ് 1 കൊത്ത് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് കോരി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മണവും ടേസ്റ്റും ആയിരിക്കും. നമ്മൾ എണ്ണയിലിട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും, ഉള്ളു വേകുകയില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ പക്കോട തയ്യാറാക്കിയെടുക്കാം. നല്ല മണം വരുന്നുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഇപ്പോൾ ചൂട് ചായയുടെ കൂടെ ആയാലും കട്ടൻ്റെ കൂടെ ആയാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഒരല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല, അതുകൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെയും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.